കേരളത്തിൽ ബി.ജെ.പി. ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. തിരുവനന്തപുരത്ത് ബി.ജെ.പി. സംസ്ഥാന പ്രതിനിധി സഭായോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ നിറഞ്ഞുനിന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാവർക്കും വികസനം എന്ന ലക്ഷ്യത്തോടെ വീട് വീടാന്തരം എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളുമായി വിനീഷും ശാലിനിയും ചേരുകയാണ്. ആദ്യം വിനീഷിലേക്ക്. വിനീഷ്, പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് സംസ്ഥാന ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന നേതാക്കളെല്ലാം ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുടിയേറ്റിയ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. മറ്റു വിശദാംശങ്ങൾ കൂടി. പ്രതിനിധി സമ്മേളനത്തിൽ ആവേശോജ്വലമായ ഒരു സ്വീകരണം, ഒപ്പം തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ബി.ജെ.പിയുടെ അമരക്കാരനായി, സംസ്ഥാനത്തിന്റെ അമരക്കാരനായി രാജീവ് ചന്ദ്രശേഖരൻ എത്തുമ്പോൾ ഹരഘോഷങ്ങളോടെയും അഭിവാദ്യങ്ങളോടെയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ഓരോരുത്തരും രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആവേശോജ്വലമായ ഒരു നിമിഷം തന്നെയാണ് എനിക്ക് പിന്നിലും ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിന് ഷാളണിയിച്ചുകൊണ്ട് ആശംസകൾ അറിയിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏകദേശം 500 ഇപ്പോൾ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രതിനിധി സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനത്തിലുടനീളം അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായിരുന്നാലും വലിയ ആവേശോജ്വലമായ സ്വീകരണം, മുദ്രാവാക്യം വിളിച്ചും ഒപ്പം തന്നെ ഹരഘോഷങ്ങൾ മുഴക്കിയൊക്കെയുള്ള ആവേശോജ്വലമായ സ്വീകരണം. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയമെന്നത് നമുക്ക് എടുത്തു പറയാതെ വയ്യ. കാരണം അദ്ദേഹത്തിന് പറഞ്ഞത് വികസനമാണ്, വികസന മുരടിപ്പ് എന്ന ആക്ഷേപം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ആക്ഷേപം മാറ്റാൻ പുതിയ സംവിധാനത്തിൽ ബി.ജെ.പിയുടെ ആവശ്യകതയുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സംസ്ഥാനത്തുടനീളം യാഥാർത്ഥ്യമാക്കാൻ ഇനി നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന ഒരു സന്ദേശമായിരുന്നു പ്രവർത്തകർക്കും നേതാക്കൾക്കിടയിലും അദ്ദേഹം നൽകിയത്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും ആവേശോജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് നൽകിയത്. ഒപ്പം നമ്മോടൊപ്പം ശാലിനിയും കൂടി ചേരുന്നത്. ശാലിനി, ഒരു ആവേശോജ്വലമായ സ്വീകരണം, പുതിയ സംസ്ഥാന അധ്യക്ഷൻ അമരക്കാരനായി എത്തുന്ന ഒരു സാഹചര്യം, വലിയൊരു പ്രതീക്ഷയാണ് ബി.ജെ.പി. നേതാക്കൾക്കിടയിലുള്ളത്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുമ്പോൾ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിലവിൽ ഈ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിനെ നമുക്ക് എങ്ങനെ കാണാം, നോക്കിക്കാണാം, എങ്ങനെ വിലയിരുത്താം? വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശക്തമായ തിരിച്ചുവരവ്, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ബി.ജെ.പി. പിന്നിലോട്ട് പോകുന്നവർക്ക് മുൻപിൽ കാണിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ ഉദാഹരണമാണ് ദൃശ്യങ്ങൾ എന്നുള്ളത്. കാരണം ഒറ്റക്കെട്ടാണ് സംസ്ഥാനത്ത് ബി.ജെ.പി. എന്ന് ഊട്ടിയുറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഐക്യകണ്ഠേന ബി.ജെ.പി. ഒറ്റക്കെട്ടായി പ്രവർത്തനം തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിക്കാനും ആദരമർപ്പിക്കാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഒക്കെയുള്ള ഒരു തിരക്ക് നമുക്കിവിടെ കാണാം. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. സെപ്റ്റംബർ മാസം അദ്ദേഹം തലസ്ഥാനത്തേക്ക് പറന്നിറങ്ങുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, 35 ദിവസമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തലസ്ഥാന ജില്ലയിലുണ്ടായിരുന്നത്. ആ 35 ദിവസം എന്താണോ പാർട്ടി സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്, അതേ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് താൻ ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. ഇന്ന് ആ പാർട്ടി എന്താണോ, സാധാരണ പ്രവർത്തകരുടെ, സാധാരണ അണികളുടെ പാർട്ടിയാണ്. ദേശീയ ഉപാധ്യക്ഷൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്, അബ്ദുള്ള കുട്ടി. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സുപ്രധാനമായ ദിനം, ബി.ജെ.പിയുടെ അമരത്തിലേക്ക്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രധാന ചുമതലയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എത്തുമ്പോൾ എങ്ങനെയാണ് ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്? വലിയ പ്രതീക്ഷയാണോ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മുടെ നാട് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് ബസ്സിന് കല്ലെറിഞ്ഞ് പിക്കറ്റിംഗ് നടത്തി ഗരാവ് നടത്തി അങ്ങനെയുള്ളവരാണ് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് എന്നുള്ള ഒരു മാമൂൽ അന്ധവിശ്വാസം മലയാളിക്കുണ്ട്. ആ വിശ്വാസത്തിനെതിരാണ് ബി.ജെ.പി. നേതൃത്വം. ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിമാരെ നോക്കൂ. IIT-യിൽ നിന്നും JNU-യിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള വളരെ ടെക്നോക്രാറ്റായിട്ടുള്ള, വളരെ പരമ്പരാഗത രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വ്യത്യാസമായിട്ടുള്ള IFS-ലൊക്കെ തിളങ്ങിയ ആളുകളെയാണ് നമ്മൾ ഫോറിൻ മിനിസ്റ്റർ ആക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റത്തിനുള്ള നല്ല സന്ദേശമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പാർട്ടി പദവി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം നമ്മുടെ തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം ഞങ്ങളുടെ കണ്ണൂരിലെ പുതിയാപ്പിളയാണ്. തലശ്ശേരി പാറാറിലാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസ്. അപ്പം അദ്ദേഹം എന്തുകൊണ്ടും കേരളത്തിലെ ബി.ജെ.പിയെ
ഈ ആ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ നയിക്കാൻ സാധിക്കും. ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. അപ്പം ന്യൂ ജനറേഷനെ വലിയ തോതിൽ സ്വാധീനിക്കാനും ആകർഷിക്കാനും പറ്റിയ ഒരു വ്യക്തിത്വമാണ്. ഇന്ന് അദ്ദേഹം സംസാരിച്ചത് ഒരു വികസിത ഭാരതിനെ കുറിച്ചാണ് മോദിൻ്റെ സ്വപ്നം. എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടൊരു നേതാവ് പറയാണ് വികസിത കേരളമാണ് എൻ്റെ ലക്ഷ്യം. ഈ ആശയങ്ങളിലേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗത്തെയും വിശിഷ്യ യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു നല്ല നേതാവിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിക്കുറിക്കുന്ന രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കാൻ ആകുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം തന്നെ സുരേന്ദ്രൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കഠിന പ്രയത്നം കൊണ്ട്, ഇവിടുത്തെ ബലിദാനികളുടെ ത്യാഗം കൊണ്ട് അടിവെച്ച് ഒരു 20% വോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനം TV ഒഴിച്ച് ബാക്കി എല്ലാവരും നമുക്കെതിരാണ്. ഇവിടെ രാവിലെ ഇറങ്ങുന്ന പത്രങ്ങൾ മുഴുവൻ നമുക്കെതിരാണ്. സോഷ്യൽ മീഡിയ മഹാഭൂരിപക്ഷം ഞങ്ങൾക്കെതിരാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടുത്തെ രണ്ട് മുന്നണികളുടെയും നുണപ്രചരണങ്ങളെയും അക്രമത്തെയും അതിജീവിച്ചുകൊണ്ടാണ് BJP 20% എത്തി നിൽക്കുന്നത്. BJP ശക്തമായ അടിത്തറയുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കരിസ്മാറ്റിക് ശക്തിയുള്ള നേതാവിലൂടെ കേരളം വികസിത കേരളമാകുക മാത്രമല്ല BJP ഭരിക്കുന്ന കേരളമായി മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ. വികസനമാണ് പ്രധാന ചർച്ച എന്ന് തന്നെയാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ അദ്ദേഹത്തിന്റെ വാക്കുകളും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകളാണ്. ഓരോ പ്രവർത്തകർക്കും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ, ഓരോ പ്രവർത്തകരെയും നെഞ്ചോട് ചേർക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു BJP മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളും നമുക്ക് അത് എടുത്തു പറയേണ്ടതുണ്ട്. ശാലിനി, പ്രത്യേകിച്ച് സുരേന്ദ്രന്റെ വാക്കുകൾ അത് എടുത്തു പറയേണ്ടതുണ്ട്. ഓരോ പ്രവർത്തകരെയും നെഞ്ചോട് ചേർത്ത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, തന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യം കർമ്മപദത്തിൽ പൂർണ്ണമായും ചെയ്തു എന്ന ആത്മവിശ്വാസത്തോടുകൂടി 20% വർധനവ്, സംഘടനാ തലത്തിൽ പുതിയ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്ന തരത്തിലുള്ള, സംഘടനയുടെ പ്രവർത്തനങ്ങളെ എടുത്തു പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്, അല്ലേ? അതായത് കഴിഞ്ഞ 5 വർഷം താൻ പാർട്ടിയെ നയിച്ച അനുഭവങ്ങൾ, ഒപ്പം തന്നെ ആ സമയത്തെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് K. സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയിട്ടുള്ളത്. കേരളം ഒരു ബാലികേറാമലയല്ല BJPക്ക് എന്നുള്ള കാര്യം ഊട്ടിയുറപ്പിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണവും സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണവും സംസ്ഥാന അധ്യക്ഷനായി K. സുരേന്ദ്രൻ എത്തുമ്പോൾ പല ഘട്ടങ്ങളിലും പലരും പറഞ്ഞതാണ് കേരളം ഒരു ബാലികേറാമലയാണ്, കേരളത്തിൽ BJPക്ക് സ്കോപ്പില്ല എന്നുള്ളത്. പക്ഷേ അത് തിരുത്തി കുറിച്ചുകൊണ്ടാണ് K. സുരേന്ദ്രൻ ഇന്ന് പടിയിറങ്ങിയെന്ന് നമ്മൾ പൂർണ്ണമായും പറയാൻ പറ്റില്ല. ദേശീയ കൗൺസിൽ അദ്ദേഹം ഉണ്ട്, സ്ഥാനം കൈമാറുന്നത്. എങ്കിൽ പോലും പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇതിന്റെയൊക്കെ പ്രവർത്തകരുടെ കൂടെ ഒരു സാധാരണ പ്രവർത്തകനായി സുരേന്ദ്രൻ ഉണ്ടാകും. സംഘടനാ തലത്തിൽ ഒരു ചർച്ചയും കൂടി വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇത്തവണത്തെ ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ മറ്റൊരു പ്രഖ്യാപനവും കൂടി ഉണ്ടായി. പ്രത്യേകിച്ച് ദേശീയ നിർവാഹക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന തരത്തിലേക്കുള്ള പുതിയ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കൊക്കെ സംഘടന മാറിയിരിക്കുന്നു. പുതിയ 30ഓളം ദേശീയ നിർവാഹക സമിതി അംഗങ്ങളെയാണ് സംസ്ഥാനത്ത് നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാന ചുമതലയിലേക്ക് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് P. സുധീർ, അങ്ങനെ മുതിർന്ന എല്ലാ നേതാക്കളും, BJPയുടെ ഏറ്റവും മുതിർന്ന കേന്ദ്രത്തിന്റെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ V. മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ നമ്മൾ സംസ്ഥാന നിർവാഹക സമിതിയിലേക്കും സംസ്ഥാന എക്സിക്യൂട്ടീവിലൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അഭിമാനകരമായ ഒരു നിമിഷത്തിൽ കൂടി തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ പ്രതിനിധി സഭ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് പുറകിലായി കാണുന്നത് പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ആശംസകൾ കൊണ്ട് ഓരോ പ്രവർത്തകരും ഷാളണിയിക്കുന്നു, ഒപ്പം തന്നെ ആശംസകൾ അറിയിക്കുന്നു. ആ ദൃശ്യങ്ങൾ തന്നെയാണ് എനിക്ക് പുറകിലായി എന്തായിരുന്നാലും കാണാൻ സാധിക്കുന്നത്. ഏകദേശം ആവേശോജ്വലമായ ഒരു പ്രതിനിധിയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇനി സംസ്ഥാന കാര്യാലയത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ എത്തുക. അവിടെ നേരത്തെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ ഉപയോഗിച്ച മുറിയിൽ അദ്ദേഹം സ്ഥാനം പിടിക്കും. ചുമതലയേറ്റെങ്കിൽ പോലും ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്ന ആ ശുഭ നിമിഷവും കൂടി ഇനി കാണേണ്ടതുണ്ട്. അതിനായി തന്നെയാണ് ഓരോ പ്രവർത്തകരും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ്.
യെസ്, കേരളത്തിലെ BJP ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. ഇപ്പോൾ അദ്ദേഹം നേതാക്കളുടെ പ്രവർത്തകരുടെ ആശംസകളും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിനീഷും ശാലിനിയുമാണ് വിശദാംശങ്ങളും നൽകിയത്.